മുതിർന്നവരെ മുലയൂട്ടുന്നതുമായി സംബന്ധിച്ചുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ. തങ്ങൾ പറഞ്ഞു, നീ അവന് മുല കുടിപ്പിക്കുക. അവൾ ചോദിച്ചു, ഞാൻ എങ്ങനെ മുല കുടിപ്പിക്കും? സാലിം വലിയ പുരുഷനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സാലിം വലിയ പുരുഷനാണ് എന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സംഭവം ഉണ്ട്, പക്ഷെ ഉദ്ദേശം അങ്ങനെയല്ല. അപ്പോൾ അവർ ദത്തുപുത്രനാണ്, ഓല വീട്ടിൽ ചെറിയ പ്രായം മുതലേ വളർന്നു വന്നതാണ്. അപ്പോൾ ഈ കുട്ടി കുറച്ച് വലുതായപ്പോൾ ഭർത്താവിന് പ്രയാസം. കാരണം ഒരു അന്യ കുട്ടിയാണ് എന്തായിരുന്നാലും. ഈ കുട്ടിയും എൻ്റെ ഭാര്യയും കൂടി പരസ്പരം സംസാരിക്കുന്ന ഇടപഴകലുണ്ട്. അപ്പോൾ ഇതൊരു പ്രയാസം. അപ്പോൾ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. പക്ഷെ വേറെ പരിഹാരമൊന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവർ വന്ന് നബിയോട് ചോദിക്കുക, നബി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സാലിം എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഭർത്താവിന് അതിൽ ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട്, എന്താ നബി ഞാൻ ചെയ്യുക? അപ്പം നബി തങ്ങൾ അവർക്ക് കൊടുത്ത ഇളവാണ്, നീ അവർക്ക് മുലപ്പാൽ കൊടുത്താള്, മുലപ്പാൽ കൊടുത്താള്. അപ്പം നബി ഓൻ വലിയ മനുഷ്യനല്ലേ, ആയിക്കോട്ടെ കുഴപ്പമില്ല, നീ മുലപ്പാൽ കൊടുത്തോ. അപ്പം അവർ മുലപ്പാൽ കൊടുത്തു. അതോടുകൂടി അവരെ സംബന്ധിച്ച് മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു നബി പറഞ്ഞു. അപ്പം എന്നിട്ട് ആ സ്ത്രീ പറയണം, അതോടുകൂടി എൻ്റെ ഭർത്താവിന് ആ സംശയം തോന്നുന്നു, ഇനി പ്രശ്നമില്ല. കാരണം നബി പറഞ്ഞു മുല കൂട്ടാൻ നമ്മൾ മുല കൂട്ടി. അപ്പം എന്തായി? സ്വന്തം മകനെ പോലെ ആയി. മുല കുടിച്ചപ്പോൾ സ്വന്തം മകനെ പോലെ ആയി. അപ്പം പിന്നെ മെഹറമായി മാറി, ഇനി കാണാൻ പ്രശ്നമില്ല. അപ്പം എൻ്റെ ഭർത്താവിന് അതോടുകൂടി പിന്നെ പ്രശ്നമില്ല, തീർന്നു എന്നാണ്. ഇപ്പം നമ്മക്ക് പ്രശ്നം. ആ ഭർത്താവിന് പ്രശ്നം തീർന്നു, ഭാര്യയ്ക്ക് പ്രശ്നം തീർന്നു, കുട്ടിക്ക് പ്രശ്നം തീർന്നു, നബി അംഗീകരിച്ചു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുന്ന് തോന്നുകയാണ് ഇത് പ്രശ്നമാണല്ലോ. അപ്പോൾ ആർക്കാ പ്രശ്നം? നമുക്കല്ലേ. ഈ വിഷയത്തിൽ നിന്ന് ആയിഷ ബീവി ഹുക്കുമെടുത്തു, എത്ര വലിയ പ്രായത്തിലാണെങ്കിലും മുലപ്പാൽ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടും, അതിന് പ്രായം കാര്യം നോക്കേണ്ടതില്ല എന്ന് ആയിഷ ബീവി തെളിവാക്കി. എന്നാൽ മറ്റു പല സഹാബിമാരും പറഞ്ഞു, അതില്ല, അത് സാലിമിന് മാത്രം നബി തങ്ങൾ കൊടുത്ത സ്പെഷ്യൽ ഇളവാണ്, അത് പൊതു നിയമമല്ല.